മനോജ് നെടിയാക്കൽ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിലോയ്ക്ക് വില 2700 രൂപ വരെ ഗൾഫിലേക്കും കയറ്റുമതി. കോളടിച്ചത് ഇവർക്ക്. വില കുതിച്ച് കയറാൻ തുടങ്ങിയതോടെ ഹൈറേഞ്ചിൽ ഏലയ്ക്ക കിട്ടാക്കനിയായി മാറുന്നു. വില വർധന ഏലം കർഷകർക്ക് പ്രയോജനമാണെങ്കിലും ഈ സീസണിൽ ലഭിച്ച 90% കായും വിറ്റ് കഴിഞ്ഞു. കർഷകൻ്റെ കയ്യിൽ 1 കിലോ പോലും സ്റ്റോക്കില്ലാത്ത അവസ്ഥയാണ്. വൻകിട കച്ചവടക്കാരുടെ കയ്യിൽ മാത്രമാണ് സ്റ്റോക്കുള്ളത്. 20 ദിവസത്തിനിടയിൽ ഏലയ്ക്ക വിലയിൽ 600 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. മാർച്ച് പകുതിയോടെ 2100 രൂപയായി കുറഞ്ഞെങ്കിലും വില വീണ്ടും തിരിച്ചു കയറി. ഹൈറേഞ്ചിലെ മാർക്കറ്റുകളിൽ 2600 മുതൽ 2700 രൂപയാണ് ശരാശരി വില. സ്പൈസസ് ബോർഡിൻ്റെ ഈ ലേലത്തിൽ ഇന്നലെ 2765 രൂപയാണ് ശരാശരി വില. ഇത് കർഷകർക്കും വ്യാപാരികൾക്കും ആശ്വാസകരമാണ്. പച്ച ഏലക്കയുടെ കിലോ വില 450 രൂപ മുതൽ 500 രൂപയായും ഉയർന്നിട്ടുണ്ട്. കർഷകൻ്റെ കൈവശം ഏലക്ക ഇല്ലാതെ വന്നതോടെ വില ഇനിയും ഉയരാനാണ് സാധ്യത. ബക്രീദ് ആഘോഷത്തോടനുബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ഓർഡർ ലഭിച്ചിരുന്നു. ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിലേക്കുള്ള കയറ്റുമതിയും വർദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ മലഞ്ചരക്ക് മൊത്ത വ്യാപാരികളാണ് ഏലം പരമാവധി സംഭരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇക്കൊല്ലം ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഏലയ്ക്കയ്ക്ക് നല്ല ഡിമാൻഡാണ്. മഴ കിട്ടിയില്ല, കരിഞ്ഞുണങ്ങുന്നു. ഏലം കൃഷിക്ക് ഇത്തവണ വേനൽ മഴയും കൂടുതലായി ലഭിച്ചില്ല. പല പ്രദേശങ്ങളിലും പല അളവിലാണ് മഴ ലഭിച്ചത്. പീരുമേട് പ്രദേശങ്ങളിൽ ഒന്നിലധികം തവണ വേനൽ മഴ ലഭിച്ചപ്പോൾ കൃഷി ധാരാളമായുള്ള വണ്ടൻമേട്, പുറ്റടി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒരു വേനൽ മഴ പോലും ലഭിച്ചതുമില്ല. വരൾച്ച ശക്തി പ്രാപിച്ചതോടെ ജില്ലയിൽ ഏലം ചെടികൾ കരിഞ്ഞുണങ്ങി നശിക്കുകയാണ്. ജലസ്രോതസ്സുകൾ വറ്റി വരണ്ടതോടെ ജലസേചനവും പ്രതിസന്ധിയിലായി. വൻകിട തോട്ടങ്ങളിലെ തടയണയിലും വലിയ ജലസ്രോതസ്സുകളിൽ മാത്രമാണ് വെള്ളം അവശേഷിക്കുന്നത്. കൃഷിസ്ഥലങ്ങൾ നനയ്ക്കാൻ മാർഗമില്ലാതായതോടെ കർഷകരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തുടർച്ചയായി വേനൽ മഴ ലഭിച്ചെങ്കിൽ കൃഷി നാശമുണ്ടാകില്ലെന്ന് കർഷകർ പറയുന്നു. ഇതിനോടകം പല സ്ഥലത്തും നനയ്ക്കാൻ മാർഗമില്ലാതെ ചെടികൾ വേനലിൽ കരിഞ്ഞുണങ്ങി നശിച്ചതും കർഷകർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ ഏലത്തിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ്. ഏലം കൃഷി ചെയ്തിരിക്കുന്നവർക്കെല്ലാം വളരെയേറെ സന്തോഷത്തിലാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.